വേദിയിലുള്ള എൻ്റെ കാരണവന്മാരെ, അതുപോലെ എൻ്റെ ഉമ്മ, പ്രായം കൂടിയ എൻ്റെ ഇത്താത്തമാർ, എൻ്റെ ജ്യേഷ്ഠന്മാർ, എൻ്റെ അനുജന്മാർ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഈ സായാഹ്നം നമ്മൾ 6 പ്രാവശ്യം ഒത്തൊരുമിച്ച് കൂടിയ അത്തരത്തിലുള്ളൊരു വേദിയാണ് ഇന്ന് നമ്മൾ 7ാമത്തെ സംഗമത്തോടു കൂടി ഇന്ന് ഇവിടെ നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. വളരെ ദൂരത്ത് നിന്നും വളരെ പ്രയാസപ്പെട്ട് ഇവിടെ എത്തി നമ്മുടെ ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ തക്ക സമയത്ത് എത്തി അതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. പിന്നെ കുടുംബ ബന്ധത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നേരത്തെ എൻ്റെ ജ്യേഷ്ഠൻ കുഞ്ഞാപ്പുട്ടി പറഞ്ഞു. ഇനി മണിക്കൂറുകൾക്ക് ശേഷം ഒരു ഔപചാരിക ഉദ്ഘാടനം വേറെ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നമ്മുടെ കാരണന്മാർ കുടുംബ ബന്ധത്തെപ്പറ്റി കൂടുതൽ വിശദീകരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ വൈകിയ വേളയിൽ നമ്മൾ ആദ്യത്തെ സെഷൻ എന്നത് കലാപരിപാടി തുടങ്ങുക എന്നതുള്ളതാണ്. അപ്പം നമ്മൾ ആ ഭാഗത്തേക്ക് 2 വാക്ക് സംസാരിച്ചുകൊണ്ട് നമുക്ക് കലാപരിപാടിയിലേക്ക് കടക്കാം. 6 സംഗമങ്ങൾ കഴിഞ്ഞിട്ടും 100ഓളം പേർ നമ്മുടെ കുടുംബ ഈ ഗ്രൂപ്പിൽ കലാകാരന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമാവും. എന്നാൽ ഉണ്ട്. നിങ്ങൾ ഈ കൊച്ചു കലാകാരന്മാരുടെയും വലിയ കലാകാരന്മാരുടെയും ഇന്നത്തെ അവരുടെ പ്രകടനങ്ങൾ കണ്ട് അവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. എനിക്ക് തോന്നുക ഈ തരത്തിൽ പോയാൽ അടുത്ത പ്രാവശ്യം നമുക്ക് ഒരു ഓഡിയേഷൻ തന്നെ വേണ്ടി വരും. കാരണം വെച്ചാൽ അടുത്ത പ്രാവശ്യം ഒരു 150 ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആ 150 ആൾക്കാരെ പരിപാടി നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു രാവും ഒരു പകലും തന്നെ വേണ്ടി വരും. മാഷാ അല്ലാഹ്, അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. അവതരിപ്പിക്കുന്ന ഓരോ പരിപാടിക്കും നിങ്ങളാൽ കഴിയുന്നതായിട്ടുള്ള സപ്പോർട്ട് നൽകിക്കൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും ഈ വൈകിയ വഴിയിൽ കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാനില്ല. ഞാൻ ഔപചാരികമായി ഈ കലാപരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. താങ്ക് യു ബാബുക്ക.